ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 3. മൈഥിലി ദ്രാവകം അനേകം ആനയുടെ ശക്തി പ്രദാനം ചെയ്യാൻ കഴിവുള്ള ദിവ്യ ഔഷധം. ആ ഔഷധം തയ്യാറാക്കാനുള്ള ഔഷധക്കൂട്ടുകളാണ് അമരന്റെ കയ്യിലിരിക്കുന്ന വെള്ളിത്തളികയിലുള്ളത്. അവയെല്ലാം വൃത്തിയായി കൃത്യമായി അമരൻ തന്റെ അറയ്ക്കുള്ളിൽ അടുക്കി പിറക്കി വെച്ചു. രാത്രിയാവാനായി അമരൻ കാത്തിരുന്നു. അമരൻ കട്ടിലിൽ കിടന്ന് വിശ്രമിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമരന് പെട്ടെന്ന് തന്റെ മുറിയുടെ വാതിൽ ആരോ തുറക്കുന്നതായി തോന്നി. പെട്ടെന്ന് എഴുന്നേറ്റ് ആരാണ് തന്റെ മുറിയിലേക്ക് കയറി വരുന്നത് എന്ന് ശ്രദ്ധിച്ചു. അനുവാദമില്ലാതെ അമരന്റെ അന്തപുരത്തിലേക്ക് കയറി വന്നത് ജാനകിയായിരുന്നു. അവളെ കണ്ട് അമരൻ സ്തബ്ധനായി. ഗുരു പറഞ്ഞതനുസരിച്ചത് നന്നായി, ഇല്ലെങ്കിൽ ഈ സമയം ഞാൻ പെട്ടുപോയേനെ. ഈ സമയത്ത് മൈഥിലി ദ്രാവകം തയ്യാറാക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതേക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ അമരന്റെ ഉള്ളൊന്ന് വിറച്ചു. അവൻ വിശ്രമിക്കുന്നത് കണ്ട് ജാനകി പറഞ്ഞു, എന്താ അമര, നീ ഇവിടെ വന്ന് വിശ്രമിക്കുകയാണോ? നിനക്ക് കഴിക്കാനുള്ള ആഹാരം നിന്നെ തേടി ഇവിടെ വരില്ല. നീ ആഹാരം കഴിക്കാനായി ഭോജനശാലയിലേക്ക് വരണം. നീ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കണം. വാ, കഴിക്കാം എന്ന് ജാനകി പരിഹാസവും കളിയും കലർത്തി സംസാരിച്ചു. ഇത് കേട്ട അമരന് ദേഷ്യം വന്നു. ഏയ്, സാമാന്യ മര്യാദകളൊന്നും നിനക്കറിയില്ലേ ജാനകി? മറ്റൊരാളുടെ മുറിയിൽ കയറും മുമ്പ് വാതിലിൽ മുട്ടണം. അതൊന്നും നിനക്കറിയില്ലേ? വിദേശത്ത് പോയി പഠിച്ചു വന്നവളല്ലേ നീ? എന്നിട്ടും നീ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? ഇതൊക്കെയാണോ നീ പഠിച്ചു വച്ചിരിക്കുന്ന സംസ്കാരം? അമരൻ ദേഷ്യത്തോടെ അലറി. ജാനകി ആദ്യമായി കാണുകയായിരുന്നു അമരൻ തന്നോട് ദേഷ്യത്തോടെ ആക്രോശിക്കുന്നത്. അത് കേട്ട് അവൾക്കും ദേഷ്യം വന്നു. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. വേഗം മുറിയുടെ വാതിൽ ചവിട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇതാ, ഞാൻ നിന്റെ അറയുടെ വാതിൽ ചവിട്ടി. നീ എന്തു ചെയ്യും? ഇതുപോലെ ദിവസവും ഞാൻ വന്ന് ചവിട്ടും. നീ എന്തു ചെയ്യും? പറ, നീ എന്തു ചെയ്യും? എന്നും ഇതുപോലെ വന്നടിക്കും. എന്തു ചെയ്യാൻ? എന്ത് ചെയ്യണമെന്ന് പറയൂ, അവൾ അലറി. ഉടൻ തന്നെ അമരൻ അവളുടെ വശത്തേക്ക് കൈതിരിച്ചുകൊണ്ട് പറഞ്ഞു, ശൂന്യഹസ്ത വിദ്യ, അവൻ അലറി പറഞ്ഞു. ഒരു ആക്രമണത്തോടെ അവളെ പെട്ടെന്ന് അമരന്റെ അടുത്തേക്ക് വലിച്ചിഴച്ചു. അവൾ അമരന്റെ കട്ടിലിന് സമീപം എത്തിയപ്പോൾ അവൻ അവന്റെ കൈ താഴ്ത്തി. ജാനകി ഇടറി കട്ടിലിൽ വീണു. അമരന്റെ ശൂന്യഹസ്ത വിദ്യയിൽ നിന്നും അവന്റെ ശക്തി 9 നക്ഷത്രങ്ങൾ വർദ്ധിച്ചതായി ജാനകി മനസ്സിലാക്കി. താങ്ങിനായി കട്ടിലിൽ കൈകൾ വെച്ച് പതുക്കെ എഴുന്നേറ്റ് അവൾ അമരനെ നോക്കി. ഞാൻ നിന്നെ വെറുതെ വിടില്ല അമര, അവൾ പറഞ്ഞു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അമരൻ പറഞ്ഞു, നിനക്ക് ഈ പാഠം മതിയെന്ന് തോന്നുന്നു. വാതിലിൽ മുട്ടാതെ, അകത്തുള്ള ആളുടെ അനുവാദം കൂടാതെ മറ്റാരുടെ മുറിയിലേക്കും പ്രവേശിക്കരുത്. അങ്ങനെ ഇനി ആവർത്തിച്ചാൽ ഞാൻ നിന്നോട് എന്ത് ചെയ്യുമെന്ന് നിനക്ക് മനസ്സിലാകും, അമരൻ പറഞ്ഞു. ഇത് കേട്ട് ജാനകിക്ക് അവനോട് നീരസം തോന്നി. അമരനോട് പ്രതികാരം ചെയ്യാൻ ജാനകിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഇത് അതിനുള്ള സമയമല്ലെന്നുള്ള ബോധം ജാനകിക്കുണ്ടായിരുന്നു. അതിനുശേഷം അമരൻ ഒരു പുഞ്ചിരിയോടെ മുഖം കഴുകി ഭക്ഷണം കഴിക്കാൻ അറവിട്ടിറങ്ങി. അവൻ ഭോജനശാലയിലേക്ക് നീങ്ങി. അവിടെ അതിഥികളെല്ലാം ആഹാരം കഴിക്കാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. മാധുരിയുടെ അടുത്ത് ചെന്നിരുന്നു. അപ്പോഴാണ് ജാനകി തന്റെ മുന്നിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടത്. അവൾ കഴിക്കുന്ന രീതി കണ്ട് അമരന് ചിരി വന്നു. അമരൻ ചിരിക്കുന്നത് കണ്ട ജാനകി ദേഷ്യത്തോടെ അവനെ നോക്കി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മാധുരിക്ക് 2 പേരുടെയും നോട്ടത്തിൽ നിന്നും അവർക്കിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം അമരന്റെ നോട്ടം അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സൂര്യോദയന്റെ നേരെ തിരിഞ്ഞു. ഇവനെ കണ്ടിട്ട് അമൃതധാരാപാനീയം കുടിച്ചവനെ പോലുണ്ട്. എന്നാൽ 8 നക്ഷത്ര ശക്തി കൈവരിച്ച ശേഷം അമൃതധാരാ ദ്രാവകത്തിന് കൂടുതലായി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഈ വിഡ്ഢിക്ക് അറിയില്ലല്ലോ എന്ന് ചിന്തിച്ച് അമരൻ വീണ്ടും ചിരിച്ചു. ഭോജനശാലയുടെ ഒരറ്റത്തിരിക്കുന്ന പിതാവ് അരുണേന്ദ്രനെ നോക്കി അമരൻ പുഞ്ചിരിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു സന്തോഷമുണ്ടായിരുന്നു. ആ സന്തോഷത്തിന്റെ കാരണം ലേലത്തിൽ കിട്ടിയ അമൃതധാര ആയിരുന്നില്ല. പകരം അത് ചക്രാനന്ദ ലേലശാലയിലെ ആ വിശിഷ്ടാതിഥിയുടെ വാക്കുകൾ കൊണ്ടാണെന്ന് അമരന് പോലും മനസ്സിലായില്ല.
ആ മഹാനായ ഭിഷഗ്വരന്റെ സഹായത്തോടെ താരകേയ രാജവംശം മറ്റു രാജവംശങ്ങളെക്കാൾ ഉയരുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. മറ്റെല്ലാ രാജവംശങ്ങൾക്കും അമരനെ അസൂയയോടെ നോക്കാൻ മാത്രമേ കഴിയൂ. അവർക്ക് ഒരിക്കലും അവനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. തന്റെ പുത്രൻ അമരേന്ദ്രൻ അവന്റെ പേരിനെ അനർത്ഥമാക്കും വിധം അമരനായി തുടരും, മഹാരാജൻ വിചാരിച്ചു. ഈ ചിന്തയിൽ അദ്ദേഹം വളരെയേറെ ഉന്മേഷവാനായിരുന്നു. അമരനും ഓരോന്നോർത്തും പലതും കണക്കുകൂട്ടിയും അവർക്കൊപ്പം അത്താഴം കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ എല്ലാവരും പരസ്പരം യാത്ര പറഞ്ഞ് അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോയി. അതിഥികളെ യാത്രയാക്കുന്ന പിതാവിനൊപ്പം അമരനും വന്നു നിന്നു. അമരൻ രാജാവിനരികെ നിൽക്കുന്നത് കണ്ട് ജാനകി ദേഷ്യത്തോടെ തന്റെ കാൽ തറയിൽ ആഞ്ഞടിച്ച് സ്വഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. താരകേയ രാജവംശത്തിലെ ആളുകളുടെ എല്ലാം താമസം കൊട്ടാരത്തിനടുത്തായിരുന്നു. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അമരനെ ശല്യപ്പെടുത്താൻ ജാനകിക്ക് വരാം. എല്ലാവരും പോയതിനു ശേഷം അമരൻ തന്റെ അറയിലേക്ക് മടങ്ങി. ആരും തന്റെ കർമ്മത്തിന് തടസ്സം സൃഷ്ടിക്കാതിരിക്കാൻ തന്റെ മുറിയുടെ വാതിൽ ശ്രദ്ധാപൂർവം അടച്ചു ഭദ്രമാക്കി വെച്ചു. ഇത്തവണ അവൻ ഒട്ടും പരിഭ്രമിച്ചില്ല. ജനലിലൂടെ നോക്കിയപ്പോൾ രാത്രി അല്പം അകലെയാണെന്ന് അവൻ കണ്ടു. അങ്ങനെ അവൻ വീണ്ടും കട്ടിലിൽ വീണു കുറച്ചു നേരം കിടന്നു. ഒടുവിൽ നേരമിരുട്ടി ഏതാണ്ട് എല്ലാവരും ഉറങ്ങിയപ്പോൾ അമരന്റെ കണ്ണുകൾ പെട്ടെന്ന് തുറന്നു. അവൻ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. നഗരം നിശബ്ദമായിരുന്നു. അതിനുശേഷം അറ തുറന്ന് മൈഥിലി ദ്രാവകം ഉണ്ടാക്കാനുള്ള ചേരുവകളെല്ലാം ഓരോന്നായി പുറത്തെടുക്കാൻ തുടങ്ങി. എന്നിട്ട് മൂലികകൾ മേശപ്പുറത്ത് വെച്ചിട്ട് മോതിരം തടവി. വരുണമിത്രൻ അതിൽ നിന്ന് പുക പോലെ പുറത്തു വന്ന് അവന്റെ മുന്നിൽ നിന്നു. അമരൻ അദ്ദേഹത്തെ നോക്കി ചോദിച്ചു, ഗുരു, നമുക്കിപ്പോൾ നമ്മുടെ മൈഥിലി ദ്രാവകം തയ്യാറാക്കാനുള്ള സമയം ആഗതമായോ? വരുണമിത്രൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷമയുടെ പ്രാധാന്യം മനസ്സിലായോ അമര? ഏതൗഷധം തയ്യാറാക്കാനും ശാന്തമായ അന്തരീക്ഷം ആവശ്യമാണ്. ഇനി ശാന്തമല്ലാത്ത അന്തരീക്ഷമാണെങ്കിൽ എന്റെ ശ്രദ്ധ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മരുന്നിന്റെ ഫലം മോശവും ആവും. അതുകൊണ്ട് ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ. മരുന്ന് എത്ര ചെറുതാണെങ്കിലും അത് തയ്യാറാക്കാൻ സമാധാനപരമായ അന്തരീക്ഷം വളരെ അത്യാവശ്യമാണ്. ഇതും പറഞ്ഞ് വരുണമിത്രൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ആവശ്യമായ ഔഷധക്കൂട്ടുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷം മൈഥിലി ദ്രാവകം തയ്യാറാക്കാൻ ആരംഭിച്ചു. ഗുരുദേവൻ തന്റെ 2 കൈകളും നന്നായി തടവി. അപ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് ഒരു വെള്ളി വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. ആ വെളിച്ചം നിയന്ത്രിച്ച് വരുണമിത്രൻ ആശ്ചര്യത്തോടെ അമരനെ നോക്കി. എന്താ അമര, നീ എന്താ ആലോചിക്കുന്നത്? പൊതുവെ വൈദ്യന്മാരുടെ കയ്യിൽ നിന്ന് വരുന്ന പ്രകാശം നോക്കിയാൽ അവരുടെ നിലവാരം പറയാം, ഗുരു പറഞ്ഞു. വരുണമിത്രന്റെ കൈകളിൽ നിന്നുയരുന്ന പ്രകാശത്തിൽ അമരന്റെ കണ്ണുകൾ ആശ്ചര്യത്താൽ വിടർന്നു. ഓരോ പ്രകാശത്തിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. സാധാരണ വൈദ്യന്മാരുടെ കയ്യിൽ നിന്നും വരുന്ന പ്രകാശത്തിന്റെ നിറം ഇളം മഞ്ഞയാണ്. അവരുടെ കഴിവുകൾ വർദ്ധിക്കും തോറും പ്രകാശത്തിന്റെ നിറം ഇരുണ്ടതായി തീരുകയും അതിന്റെ ശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട് അമരൻ അമ്പരന്നു. ഗുരു, അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ കൈകളിലെ പ്രകാശത്തിന്റെ നിറം വെള്ളയാണല്ലോ, അമരൻ ചോദിച്ചു. ഉടനെ വരുണമിത്രൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് അമരനോട് മറുപടി പറഞ്ഞു, ഞാൻ പറഞ്ഞത് സാധാരണ വൈദ്യന്മാരെ കുറിച്ചാണ്. പക്ഷേ എന്നെ സാധാരണ വൈദ്യന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തില്ല. എന്നെപ്പോലുള്ള ഭിഷഗ്വരന്മാർ വിദ്യയുടെ പ്രകാശം കൊണ്ടുവരാൻ അവരുടെ ശക്തി ഉപയോഗിക്കുന്നില്ല. പകരം ഞങ്ങൾ പ്രകാശം കടം കൊള്ളും, വരുണമിത്രൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അമരന് മനസ്സിലായില്ല. ഗുരുദേവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പ്രകാശം കടം വാങ്ങുകയോ? ഗുരുദേവൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അമരൻ വരുണമിത്രനെ നോക്കി ചിന്തിച്ചു കൊണ്ടിരുന്നു. ആ ഗുരു, അമരൻ മടിച്ചു മടിച്ചു വിളിച്ചു. എന്താ അമര, നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനുണ്ടെങ്കിൽ എന്തിനാ കുമാരൻ മടിക്കുന്നത്? അതെന്തായാലും ചോദിക്കൂ. അത് വേറൊന്നുമല്ല ഗുരു,
ഈ പ്രകാശം അത് എങ്ങനെയാ കടം വാങ്ങുക? അമരൻ ചോദിച്ചു. നീ ചോദിച്ചത് ശരിയാണ്. ഞാൻ പറയാൻ പോകുന്ന വിശദീകരണം നിനക്ക് മനസ്സിലാവുമോ എന്നെനിക്കറിയില്ല. പക്ഷേ നീ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഈ ലോകം വളരെ വലുതാണ്. അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും എത്രയോ മടങ്ങ് വലുതാണ്. ഈ ലോകത്ത് 2 പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന് ദേവലോകം, മറ്റൊന്ന് ഹിമവാഹിനി എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ ഭൂലോകം. ലോകങ്ങൾ ഓരോ തരം പ്രകാശമായി പരന്നു കിടക്കുന്നു. പക്ഷേ അതെല്ലാം എവിടെ നിന്നാണ് വന്നതെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഒരു കാര്യം മാത്രം ഉറപ്പിച്ചു പറയാം. ഈ പ്രകാശം നമ്മൾ വിചാരിക്കുന്നതിലും വളരെ കൂടുതലാണ്. മൈഥിലി ദ്രാവകമുണ്ടാക്കാൻ ഈ പ്രകാശം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാ നാണയത്തിനും 2 വശങ്ങളുള്ളതുപോലെ ഈ ദിവ്യപ്രകാശത്തിനും അപകടകരമായ മറ്റൊരു വശമുണ്ട്. ഈ പ്രകാശശക്തി കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. ഞങ്ങൾ അത് കണ്ടെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിയന്ത്രിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. അമരന് ഗുരുവിന്റെ വാക്കുകൾ പൂർണ്ണമായും മനസ്സിലായിട്ടില്ലെന്ന് വരുണമിത്രന് മനസ്സിലായിരുന്നു. എങ്കിലും അദ്ദേഹം തന്റെ സംഭാഷണം തുടർന്നു. അനേകം ഋഷിമാർ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇത്തരത്തിലുള്ള ദിവ്യപ്രകാശത്തിനായി അലഞ്ഞു നടന്നിട്ടുണ്ട്. എന്നിട്ടും അവർക്കൊന്നും കണ്ടെത്താനായില്ല. അത് കണ്ടെത്തുന്നത് അത്ര എളുപ്പമല്ല. കണ്ടുപിടിച്ചാൽ തന്നെ അതിശക്തരായ ആളുകൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒന്നാണത്. അത് അന്വേഷിച്ച് കണ്ടെത്തിയാൽ തന്നെ ഒരു നിമിഷം കൊണ്ട് ആ പ്രകാശം നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ പ്രകാശത്തിന് ഈ ലോകത്തെ തന്നെ വെണ്ണീറാക്കി മാറ്റാൻ സാധിക്കും. അത്തരം കഴിവുകൾ ചുരുക്കം ചിലർക്ക് മാത്രമേ സാധിക്കൂ. ഭാഗ്യവശാൽ അവർ ദിവ്യപ്രകാശത്തിന്റെ ഒരു ചെറിയ അംശം മാത്രമേ എത്തുകയുള്ളൂ. വരുണമിത്രൻ പറഞ്ഞു. ആകാശത്ത് നിന്ന് വരുന്ന ദിവ്യപ്രകാശത്തിന്റെ അപൂർവ ശക്തികളെക്കുറിച്ച് അമരൻ അറിഞ്ഞപ്പോൾ അവൻ സ്തംഭിച്ചുപോയി. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുരുവിന്റെ കയ്യിൽ നിന്നുയരുന്ന വെണ്മ നിറഞ്ഞ പ്രകാശത്തിൽ അവൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. ആ പ്രകാശത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ അമരൻ ആഗ്രഹിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അമരൻ പറഞ്ഞു, ഗുരു, എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിയണം. അതിനു മുൻപ് അങ്ങയുടെ കയ്യിലെ വെളിച്ചം വെളുത്തതിന് കാരണം അതെന്നോട് പറയാമോ? കേൾക്കൂ അമര, വിഷകരന്മാർക്ക് ആകെ 23 പദവികളുണ്ട്. ഞാനിപ്പോൾ 11ാം പദവിയാണ് അലങ്കരിക്കുന്നത്. എന്റെ കയ്യിൽ നിന്നും പ്രവഹിക്കുന്ന ദിവ്യമായ ആ പ്രകാശത്തിന് ശീതവെള്ളി വെളിച്ചം എന്നാണ് പേര്. ഈ പ്രകാശം 100 വർഷത്തിലൊരിക്കൽ തെക്കൻ ഗ്രഹണ സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്നു. ആ സമയത്താണ് എനിക്ക് ഈ പ്രകാശം കീഴടക്കാൻ സാധിച്ചത്. ശീതവെള്ളി വെളിച്ചം, അത് കേൾക്കാൻ തന്നെ അതിമനോഹരം. ഗുരു, ഇതെങ്ങനെയാണ് അങ്ങ് സ്വന്തമാക്കിയത്? അമരന് അതേക്കുറിച്ചറിയാൻ കൂടുതൽ താല്പര്യം തോന്നി. അത് കേട്ടപ്പോൾ വരുണമിത്രന് പെട്ടെന്നെന്തോ ഓർമ്മ വന്നു. മുഖത്ത് നേരിയ സങ്കടത്തോടെ അദ്ദേഹം പറഞ്ഞു തുടങ്ങി. ഈ ശീതവെള്ളി വെളിച്ചം കിട്ടാൻ വേണ്ടി ഞാൻ 8 വർഷം തപസ് ചെയ്തു. അതും ഒരു ചെറിയ ഇരുട്ടുമുറിയിൽ വെച്ച് ഞാൻ കഠിന തപസ് ചെയ്തു. ഈ പ്രകാശം നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്റെ ശരീരം ഞാൻ തന്നെ എരിച്ചു ചാരമാക്കി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു അരൂപിയായ വെളിച്ചമായി മാറിയത്. ആ വെളിച്ചം ഞാൻ എന്റെ ശരീരത്തിന് നൽകി. അതും പറഞ്ഞ് ഗുരുദേവൻ നിശബ്ദനായി. തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ നിമിഷാർദ്ധ വേഗത്തിൽ അദ്ദേഹം ഓർത്തെടുത്തു. ഭയവും വേദനയും കലർന്ന ഗുരുദേവന്റെ ജീവിതത്തിലെ വിഷമകരമായ ഓർമ്മകൾ വരുണമിത്രന്റെ മുഖത്ത് തെളിഞ്ഞു. വരുണമിത്രന്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തമായിരിക്കും അദ്ദേഹം ഓർക്കുന്നതെന്ന് അമരൻ കരുതി. അധ്യായം 34. വരുണമിത്രൻ അമരന്റെ മുമ്പിൽ ചിന്താമഗ്നായി. പെട്ടെന്ന് ഓർമ്മകളിൽ നിന്ന് ഉണർന്ന് സ്ഥലകാല ബോധം വീണ്ടെടുത്ത് വരുണമിത്രൻ. ബോധം വീണ്ടെടുത്ത് അദ്ദേഹം പറഞ്ഞു, പ്രകാശത്തെ നിയന്ത്രിച്ച് പരിധിയിലാക്കുക എന്ന് പറഞ്ഞാൽ അപകടകരമാണ് അമര. എന്നാൽ
ഇപ്പോൾ ഞാൻ അത് മറികടന്നു. ഞാനത് പൂർണ്ണമായി ആസ്വദിക്കുന്നു. അദ്ദേഹം തന്റെ പ്രവൃത്തി തുടർന്നു. കൈയുടെ ഒരറ്റത്തു നിന്ന് പ്രകാശം നീക്കി വീണ്ടും കൈപ്പത്തിയിലേക്ക് കൊണ്ടുവന്നു. ആ രീതികൾ കണ്ടപ്പോൾ അമരന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ഈ പ്രകാശം ഔഷധം നിർമ്മിക്കാൻ മാത്രമല്ല, ശക്തനായ ശത്രുവിനെ പോലും നമുക്ക് ഇതുപയോഗിച്ച് പരാജയപ്പെടുത്താം. ഇത് കേട്ട് അമരന് വരുണമിത്രനോട് അല്പം അസൂയ തോന്നി. ഓ, അങ്ങനെയാണെങ്കിൽ എനിക്കും പ്രകാശത്തെ നിയന്ത്രിക്കാൻ പഠിക്കാൻ കഴിയുമോ? അതിനെക്കുറിച്ചൊന്നും നീ ഇപ്പോൾ ചിന്തിച്ചു കൂട്ടണ്ട. അതിനൊക്കെ ഇനിയും ഒരുപാട് കാലമുണ്ട്. ഇപ്പോൾ നിന്റെ മനസ്സ് നിറയെ അപരാജിത പട്ടം മാത്രമേ ഉണ്ടാകാവൂ. അതാണ് നിന്റെ ലക്ഷ്യം. നിന്റെ ചിന്തയിൽ എപ്പോഴും അതുണ്ടാവണം. വരുണമിത്രൻ പറഞ്ഞത് അമരന് മനസ്സിലായി. അവൻ ഗുരുജി ചെയ്യുന്ന പ്രവൃത്തി ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. അദ്ദേഹം മൈഥിലി ദ്രാവകം ഉണ്ടാക്കുന്ന പ്രവൃത്തിയിൽ മുഴുകി. ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നീല പനിനീർ പൂക്കളെ ഗുരു കാറ്റിൽ പറത്തി. വായുവിൽ പനിനീർ പൂവിന്റെ ചലനത്തെ ഗുരുദേവൻ തന്റെ കൈപ്പത്തിയിലെ പ്രകാശം കൊണ്ട് നിയന്ത്രിച്ചു. വെളിച്ചം വന്ന ഉടനെ പൂവ് പെട്ടെന്ന് അപ്രത്യക്ഷമായി. അതിനെ തുടർന്ന് തന്റെ കൈകൾക്ക് ചെറുതായി നീല നിറം വന്നത് അമരന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷം അവന്റെ കയ്യിൽ നിന്നും പ്രവഹിച്ച തണുത്ത വെളിച്ചം ആ മുറിയാകെ തണുപ്പിച്ചു. ആ കുളിര് അമരനെയും ചെറുതായി വിറപ്പിച്ചു. അയാൾ ജനലിനരികിൽ നിന്ന് എഴുന്നേറ്റ് വാതിലുകൾ തുറന്ന് പുറത്തു വീശുന്ന കാറ്റിനെ ആസ്വദിച്ചു. വരുണമിത്രൻ ആ പ്രകാശത്തെ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയായിരുന്നു. വെളിച്ചത്തിന്റെ ചൂട് അല്പം പോലും കൂടിയാൽ നീലപ്പൂവിന്റെ വിധം മാറുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കുറച്ചു നേരം മുറി തണുപ്പിച്ചത്. കുറെ നേരം കഴിഞ്ഞ് അമരൻ തണുത്തുറഞ്ഞപ്പോൾ വരുണമിത്രന്റെ കയ്യിലുള്ള പൂവിന്റെ നിറം നീല നിറത്തിൽ നിന്ന് സ്വർണ്ണ നിറമായി മാറി. അത് കണികകളായി മാറിയിരുന്നു. ഗുരുദേവൻ മേശപ്പുറത്ത് സ്വർണ്ണ കണികകൾ വിതറി. അതിനുശേഷം മറ്റു നീലപ്പൂക്കളും അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ മേശപ്പുറത്ത് കുറെ സ്വർണ്ണ കണങ്ങൾ കുന്നുകൂടി. അതിനുശേഷം കണ്ണടച്ച് കൈവീശി ആ പൊടിയെ 4 സ്വർണ്ണ മുത്തുകളാക്കി. എല്ലാ സ്വർണ്ണ മുത്തുകളും വെളുത്തതായി മാറിയ ഉടൻ അവയുടെ നിറം മാറാൻ തുടങ്ങി. അവ ഇപ്പോൾ കറുത്തതായി കാണപ്പെട്ടു. അടുത്തതായി ഗുരു നാഗപ്പഴങ്ങൾ കയ്യിലെടുത്ത് വെളിച്ചത്തിലേക്ക് എറിഞ്ഞു. അത് വെളിച്ചത്തിൽ തുറന്നപ്പോൾ കറുത്ത മുത്ത് കലർന്ന പഴമായി മാറി. അതിൽ നിന്ന് ഒരു നീല ദ്രാവകം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ആ ദ്രാവകം കണ്ട വരുണമിത്രൻ കൈയുടെ പ്രകാശം വർദ്ധിപ്പിച്ചു. ഒരു പുക പുറത്തേക്ക് വരുന്നത് കണ്ട അമരൻ അല്പം പേടിച്ചെങ്കിലും ഒന്നും പറയാതെ മിണ്ടാതെ നോക്കി നിന്നു. പുക മാറിയതിനു ശേഷം വെളിച്ചത്തിനുള്ളിൽ ഒരു കറുത്ത പന്ത് രൂപപ്പെടുന്നത് അമരന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതുപോലൊരു മായാജാലം അമരൻ ആദ്യമായി കാണുകയായിരുന്നു. വരുണമിത്രന്റെ ശ്രദ്ധ മുഴുവൻ ആ വെളിച്ചത്തിലായിരുന്നു. വെളിച്ചം നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ അത് ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ഏകദേശം തയ്യാറായപ്പോൾ വരുണമിത്രൻ മേശയിൽ നിന്ന് ബാക്കിയുള്ള സാധനങ്ങളായ മാന്ത്രിക കല്ലെടുത്ത് അവയും തന്റെ കയ്യിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചത്തിലേക്ക് എറിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് വെളിച്ചം തെളിഞ്ഞു. മാന്ത്രിക കല്ലിന്റെയും കറുത്ത മണിയുടെയും കൂട്ടിമുട്ടലിന്റെ ഫലമാണത്. അതിൽ നിന്ന് ഒരു ഇളം നീല ദ്രാവകം രൂപപ്പെട്ടു. അത് ഗുരുജി ഒരു വലിയ കറുത്ത ഗുളികയിലേക്ക് ഒഴിച്ചു. ഗുളികയുടെ നിറം ഇപ്പോൾ കടും നീല നിറത്തിലുള്ളതായി മാറിയത് അമരൻ ശ്രദ്ധിച്ചു. ഈ പ്രക്രിയ ഏകദേശം 10 നിമിഷം നീണ്ടു നിന്നിട്ടുണ്ടാവണം. അവസാനം ഗുരുദേവന്റെ കയ്യിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചം ക്രമേണ അപ്രത്യക്ഷമായി. അദ്ദേഹത്തിന്റെ കയ്യിൽ നീലയും പച്ചയും നിറത്തിലുള്ള ഒരു ഗുളിക മാത്രം ശേഷിച്ചു. വരുണമിത്രൻ ഗുളിക ഒരു സ്ഫടിക ഭരണിയിൽ വെച്ച് ഭദ്രമായി അടച്ചുവെച്ചു. തുടർന്ന് അമരനെ നോക്കി പറഞ്ഞു, നീ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മൈഥിലി ദ്രാവകം തയ്യാറായി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് അമരൻ ഭരണിക്കുള്ളിലേക്ക് നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, ഇപ്പോൾ അതൊരു ദ്രാവക രൂപത്തിലായി കഴിഞ്ഞിരുന്നു. നീലയും പച്ചയും ഇടകലർന്ന ഒരു ദ്രാവകം. എന്നിട്ട് ഭരണിയുടെ അടപ്പ് തുറന്ന് അമരൻ അത് വാസനിക്കാൻ തുടങ്ങി. ദ്രാവകത്തിന്റെ ഗന്ധം അവനിൽ ഊർജം പകരുന്നതായി അനുഭവപ്പെട്ട അമരൻ ഭരണി മൂക്കിനടുത്തേക്ക് കൊണ്ടുവന്ന്
ആസ്വദിച്ച് ശ്വസിച്ചു. വാസന കിട്ടുമ്പോഴേ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നത് പോലെ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ദ്രാവകം സേവിച്ചു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നോർത്ത് അമരൻ അത്ഭുതപ്പെട്ടു. വാസുകി കൊണ്ടുവന്ന മൈഥിലി ദ്രാവകത്തേക്കാൾ കടും പച്ചയാണ് ഈ ദ്രാവകത്തിന്റെ നിറമെന്ന് അമരന് മനസ്സിലായി. വാസുകിയുടെ വൈദ്യനുണ്ടാക്കിയ ദ്രാവകത്തേക്കാൾ വരുണമിത്രൻ ഉണ്ടാക്കിയ ദ്രാവകത്തിന് ശക്തിയുള്ളതായി അമരന് തോന്നി. അപരാജിതൻ എന്ന പട്ടം വർഷങ്ങൾക്ക് മുമ്പേ നേടിയതാണ്. ഇനി ഒരിക്കൽ കൂടി ഞാൻ അപരാജിതനാകാൻ പോകുന്നു. ആ നിമിഷം എപ്പോൾ ആഗതമാകുമെന്നോർത്ത് അമരൻ സന്തോഷിച്ചു. അമരൻ എത്രയും പെട്ടെന്ന് മൈഥിലി ദ്രാവകം സേവിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ ആഗ്രഹത്തെ അമരൻ സ്വയം നിയന്ത്രിച്ച് ശാന്തനായി ഭരണി മേശപ്പുറത്ത് വെച്ചു. അതിനുശേഷം അവൻ കട്ടിലിൽ കിടന്ന് എന്തോ ആലോചിച്ചു തുടങ്ങി. ദ്രാവകം സേവിക്കാനുള്ള ത്വരയെ തടഞ്ഞു നിർത്തി ചിന്തയെ മറ്റെങ്ങോട്ടോ വിട്ടു. ദീർഘനേരത്തെ ഔഷധ നിർമ്മാണത്തിന് ശേഷം വരുണമിത്രനും മോതിരത്തിലേക്ക് തിരികെ പോയി വിശ്രമിക്കാൻ തുടങ്ങി. മൈഥിലി ദ്രാവകം ലഭിച്ച ശേഷം ഗുരുനാഥന്റെ നിർദ്ദേശപ്രകാരം അവൻ പരിശീലനം കുറച്ചു കൊണ്ടുവന്നു. അപരാജിതനാകാനുള്ള തന്റെ ശരീരശക്തികളെ സംരക്ഷിച്ചു നിർത്താൻ ആഗ്രഹിച്ചതുകൊണ്ടായിരുന്നു അത്. എല്ലാ ദിവസവും അമരൻ മലമുകളിൽ പരിശീലിച്ചു. എന്നാൽ പരിശീലന സമയത്തിന്റെ ദൈർഘ്യം കുറച്ചു വന്നു. ഇപ്പോൾ ദിവസവും 1 മണിക്കൂർ സമയം മാത്രമേ പരിശീലനം നടത്താറുള്ളൂ. അതിനുശേഷം ചിലപ്പോൾ മാധുരിക്കൊപ്പം നഗരം ചുറ്റാനിറങ്ങും. ചിലപ്പോൾ വിനോദത്തിനായി ചന്തയിൽ പോകും. അങ്ങനെ അമരൻ സമയം കളയാൻ പല വഴികളും കണ്ടെത്തി. 5 ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. 6-ാം ദിവസം അമരന് കൂടുതൽ ശക്തി തോന്നി. അപരാജിത പദവിയിലെത്താൻ ഇതാണ് ശരിയായ സമയമെന്ന് അമരൻ ചിന്തിച്ചു. പരിശീലനത്തിനായി ഒരു പുതിയ സ്ഥലം കുമാരൻ കണ്ടെത്തി. ഈ സ്ഥലം കൊട്ടാരത്തിൽ നിന്ന് വളരെ അകലെയല്ല. പക്ഷേ അത് മലനിരകളുടെ നടുവിലായിരുന്നു. പർവ്വതങ്ങളിലെ വലിയ പാറകൾക്കിടയിൽ അമരൻ തന്റെ ശക്തി നേടാനായി ഒരു ഗുഹ തിരഞ്ഞെടുത്തു. ഗുഹ അത്ര വലുതായിരുന്നില്ല. പർവ്വതങ്ങളുടെ മറുവശത്തായിരുന്നു ഗുഹയുടെ സ്ഥാനം. ഗുഹയിൽ നിന്നും മേഘങ്ങൾ മാത്രമേ കാണാനാകൂ. ഈ മേഘങ്ങൾക്ക് താഴെ കാട്ടിൽ നിരവധി ഉഗ്രമൃഗങ്ങൾ വിഹരിച്ചിരുന്നു. ഗുഹയിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതും വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ്. കാരണം വഴിയിൽ വളരെ ആഴത്തിലുള്ള ഒരു കിടങ്ങുണ്ടായിരുന്നു. അബദ്ധത്തിൽ ആ കുഴിയിൽ വീണാൽ രക്ഷപ്പെടാൻ പ്രയാസമാണ്. പക്ഷേ ഇവിടെ പരിശീലിച്ചാൽ തന്റെ പരിശീലനത്തിന് ആരും തടസ്സം സൃഷ്ടിക്കില്ലെന്ന് അമരന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. ഒരു ദിവസം ആ ഗുഹ ലക്ഷ്യമാക്കി തനിച്ച് കാട്ടിലൂടെ നടക്കുകയായിരുന്നു. ആരും അറിയാതെ അവൻ രഹസ്യമായി പോകുന്നത് ശ്രദ്ധിച്ച വാസുകിയുടെ ചാരൻ നികണ്ഠൻ അവനെ അനുഗമിച്ചു. തന്നെ ആരോ പിന്തുടരുന്നതായി അനുഭവപ്പെട്ട അമരൻ തിരിഞ്ഞു നോക്കി. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അമരൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും നികണ്ഠൻ അവന്റെ കണ്ണിൽ നിന്നും മറഞ്ഞിരുന്നു. അമരൻ ഘോരവനത്തിന്റെ ഉള്ളറകളിലൂടെ അലഞ്ഞു. പിന്നാലെ വന്ന നികണ്ഠൻ ക്രൂരനായ വന്യമൃഗങ്ങളെ കണ്ട് ഭയന്ന് നടന്നു നീങ്ങി. അമരൻ തന്റെ യാത്ര ഒരു ഇടുങ്ങിയ പാതയിലേക്ക് മാറ്റി. പാതയുടെ പകുതി പിന്നിട്ടപ്പോൾ പിന്നിലെ മരങ്ങളുടെ ഒച്ച കേട്ട് അവൻ ഞെട്ടി. നടത്തം നിർത്തി ക്ഷമയോടെ തിരിഞ്ഞു നോക്കി. ഒരു വലിയ മരത്തിന് പിന്നിൽ ഒരു ബഹളം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതെന്താണെന്ന് അവന് മനസ്സിലായില്ല. ആ ശബ്ദം എന്താണെന്ന് അമരൻ ചിന്തിച്ചു നിൽക്കെ പെട്ടെന്ന് അവന്റെ മോതിരത്തിൽ നിന്നും ശബ്ദമുയർന്നു. വരുണമിത്രൻ പറഞ്ഞു, അമര, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? മുന്നോട്ട് നീങ്ങുക. ആരെങ്കിലും നിന്നെ പിന്തുടരുമെന്ന് സംശയിക്കുന്നുവോ? അദ്ദേഹം ചോദിച്ചു. ഇല്ല ഗുരു, ഏതോ മൃഗം എന്നെ വേട്ടയാടാൻ വരുന്ന പോലെ തോന്നി. അതാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്, അമരൻ പറഞ്ഞു. പുറകിൽ നിന്നും കേൾക്കുന്ന ശബ്ദമൊന്നും കുമാരൻ ശ്രദ്ധിക്കേണ്ട, മുന്നോട്ടു പോവുക, വരുണമിത്രൻ പറഞ്ഞു. അത് കേട്ട അമരൻ അനുസരണയോടെ യാത്ര തുടർന്നു. അമരൻ മെല്ലെ ആ വഴി കടന്ന് ഗുഹയിലെത്തി. അമരൻ ഗുഹയിൽ പ്രവേശിച്ചതിനു ശേഷം എതിർവശത്തെ മരത്തിന് പിന്നിൽ ഒളിച്ചിരുന്ന നികണ്ഠൻ മെല്ലെ ഗുഹയ്ക്കകത്തേക്ക് നോക്കി. എന്നാൽ അവന് അകത്തെ കാഴ്ചകൾ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. ആ ഘോരവനത്തിൽ പലയിടത്തായി മൃഗങ്ങളുടെ അലർച്ചകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ നേരം തനിച്ച്
ഈ ഉൾവനത്തിൽ നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി സ്വയം പുലമ്പിക്കൊണ്ട് നിഘണ്ടൻ അവിടെ നിന്നും മടങ്ങി. അമരൻ ഗുഹയിൽ കയറി വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ചെറിയ സ്ഫടിക ഭരണിയെടുത്തു. അതിലെ മൈഥിലി ദ്രാവകം വായിലേക്ക് ഒഴിച്ചു. ഔഷധം സേവിച്ചപ്പോൾ അമരന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ഔഷധം ഒരൽപ്പം നാവിൽ തട്ടിയപ്പോൾ തന്നെ ഒരു മഞ്ഞുമൂടിയ വികാരം നാവിലൂടെ ഒഴുകി വയറിൽ അലിഞ്ഞു ചേർന്നു. ഒരു നിമിഷത്തിനുള്ളിൽ ഔഷധം പ്രവർത്തിക്കാൻ തുടങ്ങി. അവന്റെ ശക്തി മെല്ലെ ഉയരുന്നത് അമരന് അനുഭവപ്പെട്ടു. അമരന്റെ കൈകളും കാലുകളും പോലും ആ ശക്തിയിൽ വിറയ്ക്കാൻ തുടങ്ങി. എന്നാൽ അമരൻ തന്റെ ശരീരത്തെ നിയന്ത്രിക്കാനും ഉള്ളിലെ ശക്തിയെ ഉൾക്കൊള്ളാനും ശ്രമിച്ചു. അപ്പോൾ തന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗവും ചലിക്കാൻ തുടങ്ങിയതായി കുമാരന് തോന്നി. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വർദ്ധിച്ചു വരുന്ന ശക്തികളെ നിയന്ത്രിക്കാൻ അമരന് പ്രയാസം തോന്നി. ഈ ശക്തി തന്റെ ശരീരത്തെ കീറിമുറിച്ച് പുറത്തു വരുമോ എന്നവൻ ഭയപ്പെട്ടു. എന്നാൽ എല്ലാ ചിന്തകളെയും അകറ്റി അമരൻ ഒരു ദീർഘനിശ്വാസം എടുത്തു. തന്റെ ശരീരത്തിനുള്ളിലെ ശക്തികൾ അനുഭവിച്ചു. ആ ശക്തികൾ ശരീരത്തിൽ ചേർന്നപ്പോൾ കുമാരന് വല്ലാത്ത വേദന തോന്നി. അപ്പോൾ പെട്ടെന്ന് ആ ഗുഹയിൽ ഒരു കാറ്റ് വീശി. പക്ഷേ കാറ്റ് വളരെ ശക്തമായിരുന്നു. അവന്റെ കാലുകൾ പതുക്കെ വഴുതാൻ തുടങ്ങി. അതേസമയം ഒരു ശക്തി തന്റെ ഹൃദയത്തിലേക്ക് എത്തുന്നതായി അമരന് തോന്നി. വേദന കൊണ്ട് അവൻ നിലവിളിച്ചു, ആ! അമരന്റെ ശരീരത്തിന് ചുറ്റും ഒരു പച്ച വെളിച്ചം തെളിഞ്ഞു. ആ വെളിച്ചത്താൽ ചുറ്റപ്പെട്ട് ഒരു കടുത്ത വൈദ്യുതാഘാതത്തിന് തുല്യമായ വേദന അനുഭവപ്പെട്ടപ്പോൾ അമരൻ നിന്നു പിടഞ്ഞു. അവൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. വേദന കൊണ്ട് ഞരങ്ങുന്നത് കണ്ട് വരുണമിത്രൻ ഉടൻ തന്നെ മോതിരത്തിൽ നിന്നും അവനെ വിളിച്ചു. അമര, അമര, ഞാൻ പറയുന്നത് കേൾക്കൂ. മൈഥിലി പാനീയത്തിന്റെ ശക്തി കുമാരന്റെ ശരീരത്തിൽ തുളച്ചു കയറി പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഉടൻ തന്നെ ആ ശക്തികളെ സ്വയം നിയന്ത്രിക്കൂ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തും. ഇത് അപകടകരമാണ്. ഉടൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഗുരുവിന്റെ വാക്കുകൾ അമരന്റെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കാൻ തുടങ്ങി. അവൻ സ്വയം നിയന്ത്രിക്കാൻ ഒരു ദീർഘനിശ്വാസമെടുത്തു. ശക്തിയെ അടക്കി നിർത്താൻ ശ്രമിച്ചു. അമരൻ കണ്ണുകൾ അടച്ച് കൈത്തണ്ട കറക്കാൻ തുടങ്ങി. തനിക്ക് ലഭിച്ച പുതിയ ഊർജം തന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രസരിക്കാൻ തുടങ്ങിയത് കുമാരൻ അറിഞ്ഞു. അമരന്റെ ശരീരമാകെ പച്ച വെളിച്ചം പരക്കുന്നുണ്ടായിരുന്നു. വേഗം അമര, ഈ ശക്തികളെ നിയന്ത്രണത്തിലാക്കാൻ നിങ്ങളുടെ ആത്മാവിനെ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഈ ശക്തി നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് വീണ്ടും 8 നക്ഷത്രങ്ങളിലേക്ക് നിന്റെ ശക്തിയെ താഴ്ത്തും. അങ്ങനെ സംഭവിക്കാൻ അനുവദിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നിന്റെ അധ്വാനമെല്ലാം വെറുതെയാകും. ഒരിക്കലും പിന്നോട്ടു പോകില്ലെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. ശക്തിയെ നിയന്ത്രിക്കൂ അമര. നന്നായി ചെയ്യൂ കുമാര, വരുണമിത്രൻ പറഞ്ഞുകൊണ്ടിരുന്നു. അമരൻ ഗുരുവിന്റെ വാക്കുകൾക്ക് തലകുലുക്കി ശക്തികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് അവന്റെ ആത്മാവ് പൊട്ടിപ്പുറപ്പെടാൻ പാടുപെടുന്ന ശക്തികളെ കീഴടക്കാൻ തുടങ്ങി. അമരന്റെ തലയ്ക്ക് മുകളിൽ ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ തുടങ്ങി. ഈ ചുഴലിക്കാറ്റ് അമരന്റെ വായിലൂടെ കടന്ന് അവന്റെ ശരീരത്തിൽ പ്രവേശിച്ചു. അത് വൈദ്യുതി പോലെ മിന്നിമറഞ്ഞു. അവൻ വേദനയോടെ കൂടുതൽ പുലമ്പി, ആ! അപ്പോൾ വരുണമിത്രൻ മോതിരത്തിൽ നിന്നും ഇറങ്ങി ശക്തികളെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന അമരനെ കണ്ടു. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അമരൻ വല്ലാതെ തളർന്നു. അമര, ഉപേക്ഷിക്കരുത്. കുറച്ചുകൂടി ശ്രമിക്കൂ. അപരാജിതൻ എന്ന പദവിയോട് ഏറെ അടുത്താണ് കുമാരൻ ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ വളരെ അടുത്താണ്. തുടരുക. കുറച്ചു നിമിഷങ്ങൾ കൂടി. ക്ഷമിക്കൂ, പരിശ്രമിക്കൂ. അത് തന്നെ. ഗുരുദേവൻ അമരനെ പ്രോത്സാഹിപ്പിച്ചു. ഗുരുവാക്യം കേട്ട് അമരൻ തന്റെ അവസാന ശ്രമം എന്ന വണ്ണം ശക്തിയെ തന്റെ നിയന്ത്രണത്തിലാക്കാൻ സർവശക്തിയും എടുത്ത് നിലവിളിച്ചു. അവന്റെ പല്ലുകൾ വിറയ്ക്കുകയും കണ്ണുകൾ അടക്കുകയും ചെയ്തു. അപ്പോൾ ഉടനെ
ആ ശക്തിയുടെ പ്രകാശം ശക്തമായി ഒരു വലിയ പൊട്ടിത്തെറിയായി മാറി. അധ്യായം 35. മൈഥിലി ദ്രാവകം സേവിച്ച അമരേന്ദ്രന് തന്റെ ദേഹമാസകലം 1000 മിന്നൽ തരംഗങ്ങൾ പ്രവഹിക്കുന്നത് പോലെ തോന്നി. പ്രകാശശക്തി തന്നിലേക്ക് ആവാഹിക്കുമ്പോൾ 1000 മരണവേദനകൾ അവൻ ഒന്നിച്ചറിഞ്ഞു. അമരനിൽ അപരാജിത ശക്തി ലഭിച്ചതും ഒരു ഇടിമുഴക്കത്തോടെ അമരൻ നിലത്തേക്ക് തെറിച്ചു വീണു. ദേഹമാസകലം വൈദ്യുതി പ്രവഹിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം. അമരന്റെ തലയ്ക്ക് മുകളിലൂടെ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് പെട്ടെന്ന് അവസാനിച്ചു. എന്നാൽ വരുണമിത്രൻ അമരനെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിക്കാൻ തുടങ്ങി. അമര, നിന്റെ ഇത്രയും നാളത്തെ കഠിനാധ്വാനം വെറുതെ ആയില്ല പുത്ര. നീ അപരാജിതനായിരിക്കുന്നു അമര. അദ്ദേഹം ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് പറഞ്ഞു. മുകളിലേക്ക് നോക്കി അമരൻ ക്ഷീണിതനായി തറയിൽ മലർന്നു കിടന്നു. ആ സമയം അമരന്റെ ശരീരത്തിൽ അപാരമായ ഊർജം അനുഭവപ്പെട്ടു. അവൻ വരുണമിത്രനെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. മരണത്തിന്റെ വക്കിലെത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് ഗുരുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അമരന്റെ ശ്വാസം ഭാരമുള്ളതും ശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതുമായിരുന്നു. പക്ഷേ 4 വർഷത്തിന് ശേഷം അമരന്റെ ശരീരത്തിനുള്ളിൽ വീണ്ടും അത്തരത്തിലുള്ള ശക്തി അനുഭവപ്പെട്ടു. അമരന്റെ മുഖത്തെ പുഞ്ചിരി പതുക്കെ ഒരു പൊട്ടിച്ചിരിയായി മാറി. അവന്റെ ചിരി ഗുഹയിലാകെ പ്രതിധ്വനിച്ചു. വരുണമിത്രൻ അത് കേട്ട് സന്തോഷിച്ചു. ഗുരുജിക്ക് നന്നായി അറിയാൻ സാധിക്കുന്നുണ്ട് അമരന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. ജീവിതത്തിന്റെയും മരണത്തിന്റെയും തൊട്ടരികിലൂടെ സഞ്ചരിച്ചു വന്നവന്റെ അവസ്ഥ. ആ കിടത്തത്തിൽ അവന്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി. ജീവിതത്തോടും വിദ്യകളോടും അപരാജിതനാകാതെ താൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്ന ദിവസം അവൻ ഓർത്തു. വാസുകിയുടെ വെല്ലുവിളി ഓർത്തു. കൊട്ടാരത്തിലെ എല്ലാവരുടെയും മുന്നിൽ തലകുനിച്ചിരിക്കുന്ന പിതാവിന്റെ രൂപം അമരന്റെ ഓർമ്മയിൽ നിറഞ്ഞു. വാസുകിയുടെ ക്രൂരത നിറഞ്ഞ പരിഹാസം കേട്ട് താരകേയ വംശം ഒന്നാകെ തലകുനിച്ചു നിന്നതോർത്തു. തളർന്നുപോയ രംഗങ്ങൾ ഓരോന്നും അമരൻ ഓർത്തു. അമരന്റെ മുഖത്ത് എല്ലാ വേദനയ്ക്കും ശേഷമുള്ള ആ സന്തോഷത്തിന്റെ ചിരി നിറഞ്ഞു. കുമാരൻ പതിയെ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ നിൽക്കാനായില്ല. കാലുകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു വ്യത്യാസം കുമാരൻ അനുഭവപ്പെട്ടു. ഉടൻ തന്നെ അവൻ കണ്ണുകളടച്ച് തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ശ്രമിച്ചു. തന്റെ ശരീരത്തിനും മനസ്സിനും സംഭവിക്കുന്ന മാറ്റം അവൻ സ്വയം അനുഭവിച്ചറിഞ്ഞു. അവന്റെ ശരീരത്തിലെ ഓരോ അണുവും ഊർജമായി മാറുന്നത് അവൻ അറിഞ്ഞു. 1000 ഊർജങ്ങൾ ചേർന്ന ഒരു വലിയ ഊർജമായി അമരേന്ദ്രൻ മാറുകയായിരുന്നു. തന്നിൽ നിറയുന്ന ശക്തികളെ തന്റെ നിയന്ത്രണത്തിലാക്കാൻ അവൻ ശ്രമിച്ചു. അമരന്റെ മുഖഭാവങ്ങൾ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരുന്നു. അവൻ വീണ്ടും കണ്ണു തുറന്നപ്പോൾ കണ്ണുകളുടെ നിറം ഇപ്പോൾ പൂർണ്ണമായും വെള്ളയായി മാറിയിരുന്നു. പൊടുന്നനെ അമരന്റെ ശരീരത്തിലെ അനാവശ്യ ശക്തികളെല്ലാം അവന്റെ വായിൽ നിന്നും പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അമരന്റെ മുഖത്ത് അപരിചിതമായ ഒരു തിളക്കം വന്നു നിറഞ്ഞു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവയെല്ലാം കുറഞ്ഞു. അവൻ സാധാരണ നിലയിലേക്ക് മടങ്ങി. അവന്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. അത് കഴിഞ്ഞ് വരുണമിത്രനെ നോക്കി പറഞ്ഞു, ഗുരുവേ, നന്ദി. കാത്തിരിപ്പെല്ലാം അവസാനിച്ചിരിക്കുന്നു. അവൻ ആവേശത്തോടെ ഉറക്കെ പറഞ്ഞു. കർക്കശമായ മുഖത്തോടെ വരുണമിത്രൻ പറഞ്ഞു, അമര, നീ വളരെ ഭാഗ്യവാനാണ്. ആദ്യ ശ്രമത്തിൽ തന്നെ സർവശക്തികളും നിന്റെ നിയന്ത്രണത്തിൽ വന്നിരിക്കുന്നു. ഇതെന്റെ ഭാഗ്യമാണ്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് കഠിനവേദന സഹിച്ചാണ് അപരാജിതന്റെ ഈ സ്ഥാനത്ത് ഇങ്ങെത്തി നിൽക്കുന്നത്. എന്റെ പരിശ്രമങ്ങളെല്ലാം അങ്ങും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ അങ്ങ് പറയുന്നു ഇതെന്റെ ഭാഗ്യമാണെന്ന്. ഇതെല്ലാം ശരിയാണോ ഗുരു? എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണിതെല്ലാം. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അമരൻ സംസാര വിഷയം മാറ്റിക്കൊണ്ട് വരുണമിത്രനോട് പറഞ്ഞു, ആ ഗുരു, എനിക്കിപ്പോഴാണ് അത് ഓർമ്മ വന്നത്. ഞാൻ അപരാജിതൻ എന്ന പദവി നേടിക്കഴിഞ്ഞാൽ അങ്ങനെ ഉന്നതമായ ഒരു വിദ്യ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാനിപ്പോൾ അപരാജിതനായി മാറിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ആ വിദ്യ പകർന്നു തരാമോ?
അതോ എന്നോട് പറഞ്ഞതെല്ലാം അങ്ങ് മറന്നോ? അമരൻ പരിഭവത്തോടെ ചോദിച്ചു. അത് ഞാൻ എങ്ങനെ മറക്കും അമര? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇനി പറയൂ, എന്ത് വിദ്യയാണ് ഞാൻ നിനക്ക് പകർന്നു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നത്? അമരൻ ആലോചനയിൽ മുഴുകി. ശേഷം എന്തോ ഓർമ്മ വന്നതുപോലെ സ്വയം പുഞ്ചിരിച്ചു. തുടർന്ന് ഗുരുവിനോട് പറഞ്ഞു, 4-ാം ഘട്ടത്തിലെ ശക്തമായ ഏതെങ്കിലും ഒരു വിദ്യ പകർന്നു തന്നാലും ഗുരുദേവ, ഞാൻ ആ വിദ്യ ഉപയോഗിച്ച് എന്റെ ശക്തി വർദ്ധിപ്പിച്ചോളാം. അമരൻ പറഞ്ഞു. ഇത് കേട്ടതും വരുണമിത്രന്റെ മുഖത്ത് നേരിയ അസ്വസ്ഥത പ്രകടമായി. എന്തുപറ്റി ഗുരു? അങ്ങെന്താ അസ്വസ്ഥനായത്? ഞാൻ ചോദിച്ചത് തെറ്റായിപ്പോയോ? അതുമല്ലെങ്കിൽ എന്നോട് പറഞ്ഞതെല്ലാം കള്ളമാണോ? അങ്ങേക്ക് വലിയ വലിയ വിദ്യകളൊന്നും അറിയില്ലെന്നുണ്ടോ? അതുകൊണ്ടാണോ എന്റെ ചോദ്യത്തിൽ അങ്ങ് അസ്വസ്ഥനായത്? അമരൻ ഒരു വേള ഗുരുദേവന്റെ കഴിവിൽ സംശയം പ്രകടിപ്പിച്ചു. ഞാൻ നിന്നോട് കള്ളം പറയില്ല അമര. കുമാരനോട് കള്ളം പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. എനിക്കറിയാം ശക്തമായ ഒരു വിദ്യ. പക്ഷേ ഗുരുദേവൻ മുഴുവനാക്കാതെ നിന്നു. എന്നാൽ എന്താ ഗുരു, എനിക്ക് ആ വിദ്യ ഉപയോഗിക്കാൻ പറ്റില്ലേ? അമരൻ ആകാംക്ഷപൂർവ്വം ചോദിച്ചു. അതല്ല അമര, നിനക്ക് തീർച്ചയായും ഈ വിദ്യ ഉപയോഗിക്കാം. പക്ഷേ ആ വിദ്യ പഠിച്ചെടുക്കുന്നതിൽ ഒരുപാട് അപകടമുണ്ട്, ഗുരു ഓർമ്മിപ്പിച്ചു. അമരൻ വീണ്ടും ആകാംക്ഷയോടെ ചോദിച്ചു. പഠിക്കുന്നതിൽ ആപത്തുണ്ടോ? എന്ത് അപകടമാണ് ഗുരു? ഇതൊരു ഉയർന്ന നിലവാരമുള്ള വിദ്യയാണ്. ആരും ഈ വിദ്യ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പഠിച്ചപ്പോഴൊക്കെ അപകടങ്ങൾ നിറഞ്ഞതിനാൽ ആരും ഇത് പഠിക്കാൻ മുതിരാറില്ല. എന്താണ് അപകടമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് പഠിക്കാൻ ഇറങ്ങി തിരിച്ചവരിൽ 80% പേരും പരാജിതരാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 20% പേർക്ക് മാത്രമേ ഇത് പഠിച്ചെടുക്കാൻ ഇതുവരെ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളൂ. ഇത് കേട്ട് അമരൻ അത്ഭുതപ്പെട്ടു. 80% ആളുകൾ പരാജയപ്പെട്ടെന്നോ? അപ്പോൾ അത്രയ്ക്കും കഠിനമായ വിദ്യ ആയിരിക്കുമല്ലോ. അവന്റെ ആശ്ചര്യം കണ്ട് വരുണമിത്രൻ ശാന്തനായി മറുപടി പറഞ്ഞു. അതേ അമര, 20% വിജയസാധ്യതയേ ഉള്ളൂ. അത് വളരെ കുറവാണ്. പക്ഷേ അതാണ് സത്യം. ഗുരു പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നത് അത് വളരെ അപകടം നിറഞ്ഞതാണെന്നാണ്. പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ആ വിദ്യ പഠിക്കാൻ കഴിഞ്ഞാൽ യുദ്ധകാലത്ത് ഇത് വളരെ വളരെ സഹായകരമായിരിക്കുന്ന യുദ്ധതന്ത്രമായിരിക്കും. എന്റെ രാജ്യത്തെയും പ്രജകളെയും പരിപാലിക്കാൻ ഇത് വളരെയേറെ ഉപകാരപ്രദമാകും. നമ്മുടെ നാടിനെ രക്ഷിക്കാൻ തീർച്ചയായും അത് ഉപകരിക്കും. ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല, എല്ലാവർക്കും ഈ വിദ്യ പഠിക്കാൻ അവസരം ലഭിക്കില്ല. ഗുരുവിലൂടെ എനിക്ക് കിട്ടിയത് വലിയ ഭാഗ്യമാണ്. അമരൻ ചിന്തിച്ചു. വരുണമിത്രൻ തുടർന്നു. ഈ വിദ്യയ്ക്ക് വേറെയും ചില പ്രത്യേകതകളുണ്ട്. കാലം ചെല്ലുന്തോറും ഇതിന്റെ ശക്തി കൂടുകയേ ഉള്ളൂ. ദൈവികമായ പ്രകാശവും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിനും ദൈവിക വെളിച്ചത്തിനും എന്താ ബന്ധം? ഈ വിദ്യയുടെ പേരെന്താണ് ഗുരുവേ? അമരൻ അന്വേഷിച്ചു. ഈ വിദ്യയുടെ യഥാർത്ഥ പേര് സത്യത്തിൽ എനിക്കറിയില്ല കുമാര. ആ പേര് ഞാൻ അന്വേഷിച്ചിട്ടുമില്ല. വിദ്യയുടെ തീവ്രത കാരണം ഞാൻ ആ വിദ്യക്കിട്ട പേരാണ് അഗ്നിമന്ത്രം. എന്താ ഇതിന്റെ പ്രത്യേകതയെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാലത്തിനനുസരിച്ച് അതിന്റെ ശക്തി വർദ്ധിക്കും. എന്നാൽ ഇത് പഠിക്കുന്ന ആളുകളുടെ ഉള്ളിലും തീവ്രമായ സവിശേഷമായ ഒരു പ്രകാശമുണ്ടായിരിക്കണം. പഠിതാവ് തങ്ങളുടെ ഉള്ളിൽ ദൈവിക വെളിച്ചം കൊണ്ടുവരണം. ആ വെളിച്ചം വളരെ വളരെ അപകടകരമാണ്. അത് കണ്ടെത്തുന്നത് മാത്രമല്ല, അത് നിയന്ത്രിക്കുന്നതും അതിലും ബുദ്ധിമുട്ടാണ്. എന്നാൽ ഞാൻ ഒരിക്കൽ പ്രകാശം കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ എനിക്കെന്റെ ശരീരം തന്നെയാണ് നഷ്ടമായത്. എന്നിട്ടും ഞാൻ തോറ്റു പിന്മാറിയില്ല. പൊരുതി അതിനെ എന്റെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ചു. ആ പ്രയത്നത്തിൽ എനിക്കെന്റെ ശരീരം നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഒരു വെളിച്ചമായി ജീവിക്കുന്നു. ആ വെളിച്ചത്തോട് പടവെട്ടിയില്ലായിരുന്നുവെങ്കിൽ നിന്റെ മുൻപിൽ ഞാനിവിടെ ഈ രൂപത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. വരുണമിത്രൻ പറഞ്ഞു. അമരനോട് തന്റെ ഭൂതകാലം വിവരിക്കുമ്പോൾ വരുണമിത്രൻ വീണ്ടും ആ ഇരുണ്ട ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. അന്ന് നടന്ന ആ ദാരുണമായ രംഗം അദ്ദേഹം വേദനയോടെ ഓർത്തു. ഓരോ തവണ ഓർക്കുമ്പോഴും ഗുരുദേവന്റെ മുഖത്ത് ഒരു തരം ഭയം നിഴലിച്ചു. അത് അമരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
പിന്നെ ഒരു ദീർഘനിശ്വാസമെടുത്ത് വരുണമിത്രൻ ഓർമ്മകളിൽ നിന്നും പുറത്തു വന്നു. അമര, ഈ വിദ്യ അഭ്യസിക്കാൻ ദൈവിക പ്രകാശം മാത്രം പോരാ. ഒന്നിൽ കൂടുതൽ ദിവ്യപ്രകാശം ശരീരത്തിൽ ശേഖരിച്ചു വെക്കണം. അദ്ദേഹം പറഞ്ഞു. എന്താ, ഒന്നിലധികം പ്രകാശശക്തിയോ? ഒരു പ്രകാശശക്തി സ്വായത്തമാക്കാൻ തന്നെ ഒരുപാട് വേദന സഹിച്ചു. അപ്പോൾ 2 ശക്തികൾ ഉണ്ടായാലോ ഗുരു? അമരൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. കുമാരൻ പറഞ്ഞത് ശരിയാണ്. അത് മിക്കവാറും അസാധ്യമാണ്. മഹാശക്തന്മാരായ ശക്തി ചക്രവർത്തിമാർക്ക് പോലും ഇത് അസാധ്യമാണ്. അവർ പോലും ഇത് കേട്ട് ഭയക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വിദ്യ പഠിക്കുമ്പോൾ തന്നെ അപകടമാണെന്ന് പറഞ്ഞത് ഇതുകൊണ്ട് കൂടിയാണ്. ഒരേ സമയം ശരീരത്തിലേക്ക് 2 തരം ദിവ്യപ്രകാശം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയം എന്തും സംഭവിക്കാം. ഗുരുദേവന്റെ മുന്നറിയിപ്പ് കേട്ട് അമരനും അല്പം പരിഭ്രമം തോന്നി. അവൻ അപരാജിതനാകാനുള്ള വേദന അനുഭവിച്ചു തീർത്തിട്ട് തന്നെ അധികം സമയമായിട്ടില്ല. എന്നാൽ ഇപ്പോൾ വരുണമിത്രൻ ഒരു ശരീരത്തിൽ 2 ദിവ്യപ്രകാശങ്ങൾ സംയോജിപ്പിച്ച് ശക്തി നേടുന്നതിനെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ അമരനും വല്ലാത്ത ഭയം തോന്നി. തന്റെ മുറിയിൽ വെച്ച് മൈഥിലി ദ്രാവകം തയ്യാറാക്കുമ്പോൾ ഈ പ്രകാശങ്ങൾ എത്ര ശക്തമാണെന്ന് അമരൻ സ്വന്തം കണ്ണുകൊണ്ട് തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വിദ്യ പഠിക്കുന്നതിനെ കുറിച്ച് അമരൻ പലവട്ടം ആഴത്തിൽ ചിന്തിച്ചു. വെളിച്ചത്തെ നിയന്ത്രിക്കുന്ന പ്രക്രിയയിൽ അതീവ ജാഗ്രത വേണമെന്ന് കുമാരന് മനസ്സിലായി. പ്രകാശത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നാൽ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്ന് അമരന് നല്ല ധാരണയുണ്ടായിരുന്നു. എന്താ അമര, ഞാൻ പറഞ്ഞത് കേട്ട് നിനക്ക് പേടിയായോ? പേടിയുണ്ടാകുക സ്വാഭാവികം. അമര, നീ ഒന്നും കാര്യമാക്കണ്ട. ഒരു പുതിയ വിദ്യ സ്വായത്തമാക്കുന്നതിന് മുൻപ് ആ വിദ്യയുടെ പാർശ്വഫലങ്ങൾ പഠിതാവിനെ അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞത്. ഇതൊക്കെ കേട്ട് ഒരു സാധാരണ മനുഷ്യൻ ഭയപ്പെടണം. കുമാരൻ എന്തിനു ഭയക്കണം? അവിടുന്ന് വളരെ മഹാനായ ഒരാളാണ്. അസാധാരണ ജന്മത്തിന്റെ ഉടമയാണ്. കഠിനാധ്വാനി, വീരയോദ്ധാവ്. അങ്ങനെയുള്ള അങ്ങ് ഇതൊക്കെ കേട്ട് ഭയന്നാൽ എങ്ങനെയാ? വരുണമിത്രൻ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം. ഇത് നന്നായി ഓർമ്മയിൽ വെക്കുക അമര. കഠിനമായ പരിശീലനത്തിന് ശേഷമാണ് കുമാരൻ അപരാജിതനായിരിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യന് ഈ നിലയിലെത്താൻ കുറഞ്ഞത് 10 വർഷമെങ്കിലും വേണം. പക്ഷെ അങ്ങ് വളരെ പെട്ടെന്ന് അപരാജിതനായി. അനാവശ്യമായ ചിന്തകൾ നിമിത്തം മനസ്സ് കുഴപ്പിക്കരുത്. ഗുരു പറഞ്ഞത് കേട്ടപ്പോൾ അമരന് അല്പം ആശ്വാസം തോന്നി. ഗുരു പറഞ്ഞതെല്ലാം ശരിയാണ്. ഈ വിദ്യ കൊണ്ട് എനിക്ക് എല്ലാത്തരം കാര്യങ്ങൾക്കും എതിരെ പോരാടാം. എന്നാൽ ഈ വിദ്യ സ്വായത്തമാക്കുന്നതിന് മുൻപ് 2 തരം പ്രകാശത്തെ ശരീരം നിയന്ത്രിച്ച് കീഴടക്കണം എന്ന് പറഞ്ഞതാണ് വെല്ലുവിളി. അതല്പം കൂടിയ വെല്ലുവിളിയാണ്. അതായത് ഞാൻ എടുക്കുന്ന പ്രയത്നത്തിൽ ഗുരുവിനെ പോലെ ഞാനും ഒരു പ്രകാശം മാത്രമായി മാറിയാലോ? അങ്ങനെ സംഭവിച്ചു പോയാൽ പിന്നെ ഞാൻ എന്തു ചെയ്യും? അമരൻ ചിന്തിച്ചു. അമരൻ കഠിനമായ ആലോചനയിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് വരുണമിത്രൻ ചോദിച്ചു. എന്താ അമര, നീ വിദ്യ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ? ഗുരുദേവന്റെ ഈ ചോദ്യം അവനെ ആശയക്കുഴപ്പത്തിലാക്കി. ഗുരു പറയുന്നത് 10ൽ 2 പേർക്ക് മാത്രമേ ഈ വിദ്യ സ്വായത്തമാക്കാൻ കഴിയൂ എന്നാണ്. ഞാൻ ആ 2 പേരിൽ ഒരാളായാൽ ഈ ഹിമവാഹിനിയിൽ അതിശക്തരായ യോദ്ധാക്കളിൽ ഞാനും ഒരാളായി മാറും. എന്റെ രാജ്യത്തെയും ജനങ്ങളെയും എനിക്ക് സംരക്ഷിക്കാൻ കഴിയും. വാസുകിക്ക് മുമ്പിൽ ഞാൻ ആരാണെന്ന് തെളിയിക്കാം. ഒരുപക്ഷെ ഈ സൂക്ഷ്മമായ പരിശീലനത്തിനിടയിൽ ഞാനും മരിച്ചുപോയാൽ പിന്നെ ഞാൻ എന്തൊക്കെ നേരിടേണ്ടി വരും? അതോർക്കുമ്പോൾ തന്നെ ഭയം നിറയുന്നു. ജനങ്ങളെല്ലാം അപകീർത്തികരമായി എന്നെക്കുറിച്ച് പറഞ്ഞു നടക്കും. പാഞ്ചാല ദേശം മുഴുവൻ എന്നെ പരിഹസിക്കും. മഹാരാജാവിനെ പോലും ആരും വെറുതെ വിടില്ല. ആ വാസുകി ഇതൊരു നല്ല അവസരമായി കണ്ട് വാക്കുകൾ കൊണ്ട് എന്നെ ചിത്രവധം ചെയ്യും. അമരൻ ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുൻപ് ഈ വിദ്യ അഭ്യസിക്കാൻ പുറപ്പെടുന്നതിന് മുന്നോടിയായുള്ള എല്ലാ കാര്യത്തിന്റെയും വരും വരായികളെ കുറിച്ച് ഗഹനമായി ചിന്തിച്ചു. അമരന് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ലെന്ന് മനസ്സിലാക്കിയ വരുണമിത്രൻ പറഞ്ഞു. നിന്നെ ഈ അതികഠിനമായ 4ാം ഘട്ടത്തിലുള്ള വിദ്യ പഠിക്കാൻ നിർബന്ധിക്കുന്നില്ല അമര. ഇത് പൂർണ്ണമായും നിന്റെ ഇഷ്ടമാണ്. ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ നിന്നോട്
ഒരു ചോദ്യം മാത്രം ചോദിക്കുന്നു. വെറുതെ ഒരു ചോദ്യം. സത്യസന്ധമായി മാത്രം നീ ഉത്തരം നൽകുക. അത് എന്താണ് ഗുരു? ദയവായി ചോദിക്കൂ. നീയും മാധുരിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? അവിചാരിതമായി ഗുരു ചോദിച്ച ചോദ്യം കേട്ട് അമരൻ ഒന്ന് ഞെട്ടി. എന്തുകൊണ്ടാണ് ഗുരു പെട്ടെന്ന് മാധുരിയെക്കുറിച്ച് ചോദിക്കുന്നതെന്ന് അമരന് മനസ്സിലായില്ല. അധ്യായം 36. മാധുരിയെ നിനക്കിഷ്ടമാണോ? നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? എന്തിനാണ് ഗുരുദേവൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് അമരന് മനസ്സിലായില്ല. അതും ഈ അവസരത്തിൽ. ആ ചോദ്യം കേട്ട് അമരന്റെ മുഖം മാറി. പറയാനാവാത്ത ഏതോ ഒരു വികാരം കൊണ്ട് അവന്റെ മുഖം ആകെ വലിഞ്ഞു മുറുകി. ഗുരു, എന്തിനാണ് ഇങ്ങനൊരു ചോദ്യം? മാധുരി എനിക്കൊരു സഹോദരിയെ പോലെയാണ്. എനിക്ക് അവളെക്കുറിച്ച് മറ്റൊരു ചിന്തയും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, അമരൻ പറഞ്ഞു. അത് കേട്ട് വരുണമിത്രൻ മൃദുവായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൾ സഹോദരിയെ പോലെയാണ്, അല്ലാതെ അവൾ നിനക്ക് സഹോദരിയല്ല. മാത്രമല്ല, അമരനും മാധുരിയും തമ്മിൽ രക്തബന്ധമുള്ളവരല്ല, പിന്നെങ്ങനെ സഹോദരങ്ങളാവും? ഇത് കേൾക്കൂ അമര, അവൾ ഒരു സുന്ദരിയായ പെൺകുട്ടി മാത്രമല്ല, അതിലേറെ ബുദ്ധിയും അറിവുമുള്ള പെൺകുട്ടി കൂടിയാണ്. കുമാരൻ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്ക യുവാക്കളും മാധുരിയെ ശ്രദ്ധിക്കാറുണ്ട്. ഏവരും അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരാണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കാം, സൂക്ഷ്മമായി ആലോചിച്ച് ഉത്തരം പറയണം. അവൾ നാളെ മറ്റാരെയെങ്കിലും വിവാഹം ചെയ്താൽ കുമാരന് ഏതെങ്കിലും തരത്തിൽ വിഷമം തോന്നുമോ? ആലോചിച്ച് ഉത്തരം പറയൂ അമര. ഇതുപോലെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്താണ് ഗുരു? കുട്ടിക്കാലം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ് ഞങ്ങൾ. എല്ലാ സന്തോഷത്തിലും സങ്കടങ്ങളിലും എന്നും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ കല്യാണം കഴിച്ച് പെട്ടെന്നൊരു ദിവസം വേർപിരിയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് സാധാരണമല്ലേ? അതിനൊക്കെ ഇത്തരത്തിൽ ഒരർത്ഥം കൽപ്പിക്കേണ്ടതുണ്ടോ ഗുരുദേവ? അമരൻ അനിഷ്ടത്തോടെ പറഞ്ഞു. വരുണമിത്രൻ വീണ്ടും ചിരിച്ചുകൊണ്ട് ആരാഞ്ഞു, ഞാൻ അതൊന്നും ചോദിച്ചില്ല അമര. ഞാൻ ചോദിച്ചത്, നിന്റെ മുമ്പിൽ വെച്ച് അവൾ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുന്നത് കണ്ടാൽ നിനക്ക് വിഷമം തോന്നുമോ ഇല്ലയോ എന്നാണ്. അത് കേട്ടപ്പോൾ അമരനാകെ ആശയക്കുഴപ്പത്തിലായി. കുറച്ചു നിമിഷം അവനൊന്നും മിണ്ടാതെ നിന്നു. പിന്നെ അവൻ സംസാരിച്ചു തുടങ്ങി. എനിക്കെന്തിനാ വിഷമം? അമരൻ സംശയത്തോടെ മറുപടി പറഞ്ഞു. കാതു തുറന്ന് കേൾക്കൂ അമര, മാധുരി നിന്റെ പെങ്ങളാണെന്നാണ് നീ പറയുന്നത്. അവൾ വേറെ പുരുഷനെ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അവൾ നിന്റെ പെങ്ങളാണെന്ന് പറയാൻ കഴിയില്ല. നിനക്ക് നാവുകൊണ്ട് കള്ളം പറയാം, എന്നാൽ നിന്റെ ഹൃദയം ഒരിക്കലും നുണ പറയില്ല. സമാധാനത്തോടുകൂടി നീ നിന്റെ ഹൃദയത്തോട് ചോദിക്ക്, മാധുരി നിനക്ക് കൂട്ടുകാരിയാണോ അതോ അവൾ നിന്റെ ഹൃദയേശ്വരിയാണോ എന്ന്. നിന്റെ സങ്കീർണമായ ചിന്തയ്ക്ക് നിന്റെ ഹൃദയം തന്നെ നിനക്ക് ഉത്തരം നൽകും. അത് കേട്ട് അമരൻ ഗുരു എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാകാതെ നിന്നു. അയ്യോ ഗുരു, ഇപ്പോൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങളൊന്ന് പറയൂ ഗുരു. എന്തിനാ പെട്ടെന്നിപ്പോൾ മാധുരിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത്? ഞാനൊരു പുതിയ വിദ്യ പഠിപ്പിച്ചു തരാൻ പറഞ്ഞപ്പോൾ അങ്ങ് എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത്? ഈ വിദ്യയും അവളും തമ്മിൽ എന്താണ് ബന്ധം? നിനക്ക് സ്വന്തം വികാരങ്ങളെപ്പറ്റി ഒരു ധാരണയുമില്ല. അതുകൊണ്ടാ ഞാൻ തന്നെ ഇത് നിന്നോട് ചോദിച്ചത്. എന്നാൽ ഞാൻ പറയട്ടെ, നീ നിന്റെ ഹൃദയത്തിൽ മാധുരിയെ പ്രണയിക്കുന്നുണ്ട്. നിന്റെ നാവ് കൊണ്ട് നീ സഹോദരി എന്ന് പറഞ്ഞാലും നിന്റെ ഹൃദയം അവളെ അങ്ങനെയല്ല കാണുന്നത്. കുസൃതി ചിരിയോടെ ഗുരുദേവൻ പറഞ്ഞു. ഗുരുവാക്യത്തിന് മറുപടി ഒന്നും പറയാതെ അമരൻ വരുണമിത്രനെ നോക്കി നിന്നു. ഇങ്ങോട്ട് നോക്ക് അമര, ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. നിന്റെ സ്വകാര്യതയിൽ ഞാൻ എന്തിനനാവശ്യമായി ഇടപെടണം? അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നിട്ടും ഞാൻ നിന്റെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ. നിന്റെ കാര്യത്തിൽ എനിക്കുള്ള താല്പര്യം. എനിക്ക് കുമാരന്റെ കഴിവുകളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. പക്ഷേ മാധുരി, അവളുടെ കുടുംബം എല്ലാം വളരെ അപകടം നിറഞ്ഞതാണ് കുമാര.
വരുണമിത്രൻ മാധുരിയെക്കുറിച്ച് പറഞ്ഞു നിർത്തുന്നത് ശ്രദ്ധിച്ച അമരൻ പെട്ടെന്ന് ഇടയിൽ കയറി ചോദിച്ചു, നിൽക്കൂ, ഒരു നിമിഷം ഗുരു. അങ്ങേക്ക് മാധുരിയുടെ കുടുംബത്തെ പറ്റി അറിയുമോ? എന്നോട് പറയാമോ ആ കുടുംബത്തെക്കുറിച്ച്? അമരൻ ആകാംക്ഷപൂർവം ചോദിച്ചു. എനിക്ക് അവളുടെ കുടുംബത്തെപ്പറ്റി കൂടുതലായി ഒന്നും അറിയില്ല. എങ്കിലും അവളുടെ സ്വന്തം ബന്ധുക്കൾ വളരെ അപകടം പിടിച്ചവരാണെന്നറിയാം. താരകേയ വംശം പോലെ ഒരു ചെറിയ രാജവംശത്തിനും അവളുടെ വംശത്തിനും തമ്മിൽ എന്താണ് ബന്ധം എന്നും എനിക്കറിയില്ല. അതായത് കുമാരനും മാധുരിയും ഒരിക്കലും ഒന്നാവാൻ പാടില്ലാത്തവരാണെന്ന് മാത്രമറിയാം. ഈ കാര്യം അമരന്റെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി ഒരു വേള മാധുരിക്ക് നിന്നോട് പ്രണയം തോന്നിയാലും അവളുടെ കുടുംബാംഗങ്ങൾ ഇതിന് സമ്മതിക്കില്ല. ഇത് കേട്ട് അമരൻ കണ്ണടച്ചു. വരുണമിത്രന്റെ വാക്കുകൾ അവന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. അമരൻ ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി. പക്ഷേ മറുത്തൊന്നും ഗുരുവിനോട് പറഞ്ഞില്ല. ഗുരു പറയുന്നതെല്ലാം സത്യമാണോ? മാധുരിയുടെ കുടുംബം അത്ര മോശം കുടുംബമാണോ? എന്തുകൊണ്ടാണ് മാധുരിയെപ്പോലൊരു പെൺകുട്ടി നമ്മുടെ രാജവംശത്തിലെ ഒരു ആൺകുട്ടിയുമായി പ്രണയത്തിലായാൽ അവളുടെ കുടുംബം എതിർക്കുന്നത്? പ്രണയത്തിന് എന്തിനാണ് ഇത്ര തടസ്സങ്ങൾ? താരകീയ വംശം അത്ര മോശം കുടുംബമാണോ? ഞങ്ങൾ അത്ര കഴിവ് കുറഞ്ഞ ആൾക്കാരാണോ? അമരൻ കോപാകുലനായി. അവന്റെ ദേഷ്യം മനസ്സിലാക്കിയ വരുണമിത്രൻ തുടർന്നു. ഇത് നോക്കൂ അമര, ഈ ഹിമവാഹിനിയിൽ അധികാരത്തിനാണ് പ്രാധാന്യം. അതിനുദാഹരണമാണ് വാസുകി. അവളുടെ കുടുംബം അറിയപ്പെടുന്ന യോദ്ധാക്കളുടെ കുടുംബമാണ്. അതിനാൽ അവൾക്ക് അതിൽ അഭിമാനമുണ്ട്. വരൻ ലഭിച്ച പോലെ അവർ അഹങ്കാരത്തോടെ പെരുമാറുന്നു. അവൾ ഒരിക്കലും നിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അവൾക്കറിയാം അതിൻ്റെ ആവശ്യമില്ലെന്ന്. കാരണം അവളുടെ കുടുംബം എല്ലാം തന്നെ നിന്നേക്കാളും ശക്തരാണ് അമര. അതിനാൽ തന്നെ അധികാരത്തിന്റെ ഗർവിൽ അവൾ അന്ധയാണ്. അവളുടെ കാഴ്ച നിന്നെപ്പോലൊരു യോദ്ധാവിനെ തിരിച്ചറിയാൻ മാത്രം വിശാലമല്ല. അതിനാൽ അവൾ തന്നേക്കാൾ ശക്തി കുറഞ്ഞവരെ ഗൗനിക്കില്ല. ഈ ലോകത്ത് ശക്തിക്ക് ഒരു പ്രത്യേക പദവിയും ആദരവുമുണ്ട്. നിന്റെ അന്തരംഗത്തിൽ ഏതെങ്കിലും ഒരു കോണിൽ മാധുരിയെക്കുറിച്ച് അത്തരത്തിലൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് പറിച്ചറിയുക. വാസുകിയിൽ നിന്നാണ് അന്ന് നീ അപമാനഭാരം ഏറ്റുവാങ്ങിയതെങ്കിൽ ഇനി മാധുരിയുടെ കുടുംബത്തിൽ നിന്നും അത്തരത്തിലൊരു അനുഭവം ഉണ്ടാകാൻ നീയായി ഇടവരുത്തരുത്. വരുണമിത്രൻ പറഞ്ഞു. ഗുരു പറഞ്ഞത് തികച്ചും ശരിയാണെന്ന് മനസ്സിലാക്കിയ അമരൻ ശാന്തനായി അവന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നു. അമര, ഞാൻ പറയാൻ പോകുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു പക്ഷേ നിനക്ക് മാധുരിയെ വിവാഹം കഴിക്കണം എന്ന് തോന്നിയാൽ നീ അവരുടെ കുടുംബത്തേക്കാൾ ശക്തനാകേണ്ടത് വളരെ പ്രധാനമാണ്. ഈ വിദ്യയെ കീഴടക്കിയാലേ നിന്റെ മനസ്സിന്റെ ആഗ്രഹം സഫലമാകൂ, ഗുരു പറഞ്ഞു. മനസ്സിലായി ഗുരുദേവ. ഞാൻ അഗ്നിതന്ത്രം പഠിച്ചാൽ അതെന്നെ മാധുരിയുടെ കുടുംബത്തേക്കാൾ ശക്തനാക്കുമോ? നീ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. യഥാവിധി അത് നിനക്ക് പ്രയോഗിക്കാൻ കൂടി കഴിയണം. അപ്പോൾ നിനക്ക് ചില വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കും, ഗുരു പറഞ്ഞു. അമരൻ ഒരിക്കൽ കൂടി കണ്ണടച്ച് മാധുരിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അവളുടെ മനോഹരമായ കണ്ണുകളും മധുരമായ ശബ്ദവും അവൻ ഓർത്തു. മാധുരി, അവൾ എന്നെക്കുറിച്ച് എന്താവും മനസ്സിൽ കരുതിയിരിക്കുന്നത്? എന്തിനാണ് ഗുരു ഇപ്പോൾ ഇത്തരത്തിൽ സംസാരിക്കുന്നത്? മാധുരി ഒരു ദിവസം മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കും എന്നൊക്കെ എന്തിനാണ് പറയുന്നത്? മാധുരി എന്നെ വിട്ടുപോകുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇപ്പോൾ അപ്രതീക്ഷിതമായി ഗുരു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നു. അവസാനം വരെ അവൾ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ എന്തിനാണ് ഇത്രയും ദിവസം ഭ്രാന്തമായി വിശ്വസിച്ചത്? അവൻ ചിന്തിച്ചു. ആ വികാരം അവന്റെ ഹൃദയത്തിൽ എന്തോ ഒരു പുത്തൻ ഉണർവ് സമ്മാനിച്ചു. അമരൻ ഒരു ദീർഘനിശ്വാസമെടുത്ത് പതിയെ കണ്ണു തുറന്നു. ഇനി ഞാൻ എന്തു ചെയ്യണം ഗുരു? അവിടെന്ന് പറഞ്ഞാലും ഈ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അമരൻ നിസ്സഹായനായി ചോദിച്ചു. ഇത് കേട്ടതും വരുണമിത്രന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. കുമാര, അവിടുന്ന് എനിക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ്. കുമാരൻ സന്തോഷമായിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അമര, സത്യം പറഞ്ഞാൽ ഈ വിദ്യ സ്വായത്തമാക്കുന്നതിൽ
നിരവധി അപകടങ്ങളുണ്ട്. എങ്കിലും നീ അഗ്നിതന്ത്രം സ്വായത്തമാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അമരൻ ഗുരു പറയുന്നത് നിശബ്ദനായി കേട്ടുകൊണ്ടിരുന്നു. നിന്റെ ആത്മാവ് വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് നിനക്ക് ഈ വിദ്യ പഠിച്ചെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വരുണമിത്രൻ അമരന്റെ അടുത്ത് വന്നു നിന്നു. എന്റെ ആത്മാവും അതിശക്തമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുമാരന്റെ മുൻപിൽ ഈ രൂപത്തിലെങ്കിലും വന്നു നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം നിനക്കറിയാമോ, എനിക്ക് ഈ അവസ്ഥയിൽ ജീവിക്കാൻ ആഗ്രഹമില്ല. ആത്മാവായി ജീവിക്കുന്നതെല്ലാം ഒരു ജീവിതമാണോ? ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ ആർക്കാണ് ഇഷ്ടമുണ്ടാവുക? ഈ ആത്മാവിന്റെ ജീവിതം എനിക്ക് മതിയായി കുമാര. എനിക്കും ആഗ്രഹങ്ങളുണ്ട്. ഒരു സാധാരണ ജീവിതം ജീവിക്കാൻ മോഹമുണ്ട്. അതിനെനിക്ക് ഒരു ശരീരം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുണമിത്രൻ അമരന്റെ കണ്ണുകളിലേക്ക് അതിശക്തമായി നോക്കി. അത് കേട്ട അമരൻ അമ്പരന്നു. നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾക്കൊരു ശരീരം വേണമെന്നോ? അതിന് നിങ്ങൾ ഇതിനകം മരിച്ചു കഴിഞ്ഞില്ലേ? ഇപ്പോൾ നിങ്ങൾ ഒരു പ്രകാശശക്തി മാത്രമല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണ് വീണ്ടും ജീവിക്കാൻ കഴിയുക? അമരൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഇത് കേട്ട് വരുണമിത്രൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമര, ഞാൻ ഇനിയും മരിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. എനിക്കെന്റെ ശരീരം നഷ്ടപ്പെട്ടു, അത്രയേ ഉള്ളൂ. എന്റെ ആത്മാവ് ഒരു കളങ്കവുമില്ലാതെ ഇപ്പോഴും അവിടെയുണ്ട്. അമര, നീ കണ്ടിട്ടില്ല, ഞാൻ നിനക്കായി മരുന്നുകൾ പോലും തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്ക് വീണ്ടും ശരീരം ലഭിക്കുക എന്നത് അസാധ്യമായ കാര്യം തന്നെയാണ്. എന്നാൽ അഗ്നിതന്ത്രം മൂലം അത് സാധ്യമാകും. ഇത് കേട്ട അമരൻ കൂടുതൽ അമ്പരന്നു. മരിച്ചവരെ പോലും അഗ്നിതന്ത്രം മൂലം ജീവിപ്പിക്കാൻ കഴിയുമോ? അമര, ഈ അഗ്നിതന്ത്രം ശരിയായി പ്രയോഗിച്ചാൽ നമുക്കൊരേ സമയം 2 ദിവ്യപ്രകാശങ്ങൾ ശേഖരിക്കാം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു ശരീരം സൃഷ്ടിക്കാം. ആ ശരീരവുമായി വീണ്ടും സാധാരണക്കാരെ പോലെ ജീവിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഞാൻ നിന്നോട് മറ്റൊരു സത്യം കൂടി പറയട്ടെ. ഇത്ര വർഷമായി ഞാൻ ഈ മോതിരത്തിനുള്ളിൽ ഒരു ഇരുണ്ട സ്ഥലത്ത് സ്വയം നഷ്ടപ്പെട്ട് കിടക്കുകയായിരുന്നു. ആരെങ്കിലും വന്ന് എന്നെ മോചിപ്പിക്കുന്നതിനായി ഞാൻ വളരെ കാലം കാത്തിരുന്നു. ആ മോതിരത്തിൽ നിന്ന് നിന്നെ കണ്ടുമുട്ടിയ നിമിഷം ഞാൻ എത്ര സന്തോഷിച്ചിരുന്നെന്നറിയാമോ? എന്റെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കുമാരനെ കണ്ടുമുട്ടാൻ സാധിച്ചത്. വരുണമിത്രൻ തീഷ്ണതയോടെ പറഞ്ഞു. വരുണമിത്രന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സങ്കടം കണ്ട് അമരനും വല്ലാതെ സങ്കടം തോന്നി. ഇത് ശ്രദ്ധിച്ച വരുണമിത്രൻ തന്റെ മുഖത്ത് ബലമായി പുഞ്ചിരി വിടർത്തിക്കൊണ്ട് പറഞ്ഞു, ശരി അമര, അതെല്ലാം വിടൂ. എന്റെ വാർദ്ധക്യത്തിലെ എല്ലാ കഷ്ടപ്പാടുകളോടും വിലപിച്ച് ഞാൻ നിന്നെയും സങ്കടപ്പെടുത്തി. എന്നോട് ക്ഷമിക്കൂ അമര. അതിനുശേഷം 2 കൈകളും ഗുരുദേവൻ മുമ്പിലേക്ക് നീട്ടിവെച്ചു. ഗുരു കണ്ണുകളടച്ച് എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ടു. പെട്ടെന്ന് 2 കൈകളിലും കടലാസ് കഷ്ണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഒരു കഷ്ണം ചുവപ്പ് നിറമുള്ളതും മറ്റേത് കറുപ്പ് നിറത്തിലുമായിരുന്നു. 2 കടലാസും കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തിയ വരുണമിത്രൻ വീണ്ടും കണ്ണു തുറന്നു. അമര, ഇവിടെ 2 വിദ്യകളുണ്ട്. ചുവപ്പ് 3ാം ഘട്ടത്തിലുള്ള വിദ്യ. കറുപ്പ് കടലാസിലുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന അഗ്നിതന്ത്രം. കുമാരൻ നന്നായി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കൂ. നന്നായി ആലോചിച്ച് നിന്റെ ഹൃദയം എന്താണോ പറയുന്നത് അതുപോലെ പ്രവർത്തിക്കൂ. നീ ഏത് വിദ്യ തിരഞ്ഞെടുത്താലും ഞാൻ നിന്റെ ഗുരുവായി തന്നെ തുടരും. നീ എന്നും എന്റെ ശിഷ്യനായിരിക്കും. ഞാൻ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഒന്നിനും വേണ്ടി ഞാൻ നിന്നെ ഇത് ചെയ്യാൻ നിർബന്ധിക്കില്ല. തീരുമാനം നിങ്ങളുടേതാണ് അമര. 2ൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, വരുണമിത്രൻ പറഞ്ഞു. അമരൻ 2 കടലാസുകളും വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ 2 കടലാസും മാറി മാറി ഏതാനും നിമിഷങ്ങൾ നോക്കി. ഒടുവിൽ ഒരു നിഗമനത്തിലെത്തി. ഗുരുദേവ, ഞാനൊരു തീരുമാനമെടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് മരണത്തെ ഭയമാണ്. അപകടകരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ വളരെ മടിക്കും. അന്നൊരിക്കൽ വാസുകി എന്നെയും കുടുംബത്തെയും കൊട്ടാരത്തിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു. അന്ന് ഞാൻ അനുഭവിച്ച വേദന മരണത്തേക്കാൾ ഭീകരമാണ്. ഈ ഹിമവാഹിനിയിൽ ഒരു മനുഷ്യന് അന്തസ്സും ശക്തിയുമില്ലാതെ ജീവിക്കുന്നത്
മരണത്തെക്കാൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ കറുത്ത കടലാസ് തിരഞ്ഞെടുക്കുന്നു. ഇനി ഭീരുവായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വീരനായി ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക, അതാണ് എന്റെ തീരുമാനം. അതും പറഞ്ഞ് ആ കറുത്ത കടലാസിൽ കൈവച്ചു. കടലാസിൽ തൊടുമ്പോൾ തന്നെ കടലാസിൽ നിറഞ്ഞ അക്ഷരങ്ങൾ അവന്റെ മനസ്സിലൂടെ ഓടിത്തുടങ്ങി. അത് കണ്ട് വരുണമിത്രന്റെ കണ്ണുകളിൽ സന്തോഷാശ്രുക്കൾ പൊഴിയാൻ തുടങ്ങി. സന്തോഷത്തോടെ അവനെ നോക്കി. നന്നായിരിക്കുന്നു അമര, നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. നിന്റെ ഓരോ ചൂടിലും ഞാൻ നിനക്കൊപ്പമുണ്ട്. വരുണമിത്രൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അതിനുശേഷം അമരൻ ഏകനായി ഏതാനും നിമിഷങ്ങൾ ധ്യാനത്തിൽ ഏർപ്പെട്ടു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ശരീരത്തിന് അല്പം ബലമുള്ളതായി തോന്നി. അവന്റെ മുഖം കൂടുതൽ തിളങ്ങാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ വിളറിയ പച്ച നിറമായി മാറി.